കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹി ജന്തർ മന്ദറിൽ CJPയുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. രാത്രിയിൽ പിരിഞ്ഞു പോകാൻ ഈ പാറ്റകൾ തയ്യാറായില്ല. പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാൻ ഇന്ന് പോലീസ് ശ്രമിക്കും. 9 മണിയോടെ കൂടുതൽ പാറ്റകൾ അവിടേക്ക് എത്തും എന്നാണ് മനസ്സിലായത്. കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധ സമരം നീറ്റ് പരീക്ഷാ ദിവസമാണ് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ജന്തർ മന്ദറിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ അഭിജിത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ആളുകൾ കൂടുതലെത്താൻ. അഭിജിത്ത് ദീപ്കയുടെ ആഹ്വാനം അനുസരിച്ച് ആളുകൾ കൂടുതൽ എത്തുമെന്നാണോ പ്രതീക്ഷ? വെരി ഗുഡ് മോർണിംഗ് SKN. രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഒരു ആവേശമായി മാറിയ CJP ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് ജന്തർ മന്ദറിൽ ആരംഭിച്ച പ്രതിഷേധം അത് ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് പോലീസ് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരുന്നു എങ്കിൽ പോലും അതിന് തയ്യാറായില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ CJP പ്രവർത്തകർ വ്യക്തമാക്കിയത്. തുടർന്ന് അർദ്ധരാത്രി പിന്നിട്ട് ഇപ്പോൾ പുലരുവോളവും ഈ പ്രതിഷേധക്കാർ ഇവിടെ തന്നെ തുടരുകയാണ്. അഭിജിത്ത് ദീപ്കെ അടക്കമുള്ളവർ ജന്തർ മന്ദറിൽ ഉണ്ട്. അവർ പുലരും വരെ ഈ പ്രതിഷേധത്തിൽ തന്നെയാണ്. ഇന്ന് 9 മണിയോടെ കൂടുതൽ പേരോട് ഇവിടേക്ക് എത്തിച്ചേരാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും അഭിജിത്ത് ദീപ്കെ ഇപ്പോൾ കൂടിയാലോചനകൾ നടത്തുകയാണ്. എന്തായാലും രാവിലെ എങ്ങനെയാണ് ഈ സമരപരിപാടി കൊണ്ടുപോകേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പോലീസ് കുടിവെള്ളം കൊണ്ടുവരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് അഭിജിത്ത് ദീപ്കയുടെ ആഹ്വാനമനുസരിച്ച് പിന്നീട് പോലീസ് ഇക്കാര്യത്തിൽ ഇളവ് വരുത്തുകയും ഭക്ഷണവും വെള്ളവും എത്തിക്കുന്നതിനുള്ള നിരോധനം അത് നീക്കുകയുമാണ് ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമായി തന്നെ തുടരുക എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് സമരക്കാർ ഉള്ളത്. ഇന്ന് 9 മണിയോടെ കൂടുതൽ പേർ, അത് വിദ്യാർത്ഥികൾ, യുവാക്കൾ, അവരുടെ മാതാപിതാക്കൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരണം എന്നാണ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് CJP. ഇതിന്റെ ഭാഗമായി ഉള്ള കൂടിയാലോചന, ഈ സമരത്തിന് നേതൃത്വം നൽകുന്നവരുടെ കൂടിയാലോചനയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം, അത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, ആ ഒരു ആവശ്യം അതിൽ നിന്നും പിന്നോട്ടില്ല എന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ ഈ പ്രതിഷേധം തുടരും എന്നുമുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ്. ഈ ജന്തർ മന്ദിർ നിറഞ്ഞു കവിയുന്ന തരത്തിലുള്ള ആൾക്കൂട്ടം കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിരുന്നു. അത് യുവാക്കളും വിദ്യാർത്ഥികളും തന്നെയായിരുന്നു എത്തിയിരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിലൊരു 80% പേരെ പോലീസ് വലിയ സന്നാഹത്തോടെ എത്തി അവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതോടെ പിരിഞ്ഞു പോയിരുന്നു. മറ്റുള്ളവർ ഇവിടെ തന്നെ തുടരുകയാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് 9 മണിക്ക് ശേഷം എത്രത്തോളം പേർ ഇവിടെ എത്തുമെന്നുള്ളത് നിർണായകമായി മാറും. ഒപ്പം തന്നെ എന്തായിരിക്കും ഡൽഹി പോലീസിന്റെ സമീപനം? കഴിഞ്ഞ ദിവസത്തേതിന് സമാധാനപരമായി ഈ സമരക്കാരോട് പെരുമാറുമോ, അതിനപ്പുറത്തേക്ക് നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട്. ഇന്ന് നീറ്റ് പരീക്ഷ ആയതുകൊണ്ട് തന്നെയാണ് പോലീസ് പ്രകോപനം ഒഴിവാക്കിക്കൊണ്ട് വളരെ ശാന്തമായി തന്നെ വിദ്യാർത്ഥികളുമായി സംസാരിക്കാനുള്ള സമീപനത്തിലേക്ക് നീങ്ങിയത്. ഇന്ന് നീറ്റ് പരീക്ഷ പൂർത്തിയാകുന്നതോടെ പോലീസിന്റെ ആ സമീപനത്തിൽ മാറ്റമുണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കണ്ടറിയേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. പ്രതിഷേധം നടക്കുന്ന ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്നാണ് ബൽറാം നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.